അപ്പോൾ ഇതാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നേരത്തെ പരിചയപ്പെട്ടു. കാര്യം ഇവിടെ ആൾക്കാരെ ഇപ്പൊ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട സേഫ്റ്റി. ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന 1500 രൂപ. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റേ ചെയ്ത റൂം ഇതൊക്കെ നോക്കിയാൽ കണ്ടല്ലോ. അതെ അതെ, അത്യാവശ്യം വൃത്തി തന്നെ കൊടുത്തിട്ടുള്ളത്. അതെ കറക്റ്റ്. ഇത് നമ്മളെ മെയിൻ സാധനമാണ്. ഓക്കെ, ഇത് നമ്മുടെ മണ്ട് ഹൗസ് അഗ്രഹാരത്തിന്റെ തന്നെ. ഇവരത് വേറെ പേരിലാണ് ഇത് ഉള്ളത്. നമുക്ക് ഇതിലേക്ക് കയറാൻ വേണ്ടി പറ്റും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക്. ഓക്കെ. ഇവിടെ ആൾക്കാർ സ്റ്റേ ചെയ്യോ? പേടിയാവൂലേ? ഏത് ഇവിടെ ഉണ്ട്, ഇവിടെ നമ്മുടെ ടീംസ് സ്റ്റേ ഉണ്ട്. നമ്മളെ ഇവിടെ ഇവിടെ ഒരു 3 ആദ്യം ബുക്കിംഗ് ചെയ്യുന്ന കുറച്ച് പേർക്കാണ് ഇവിടെ ബുക്കിംഗ് കിട്ടിയത്. ഫസ്റ്റ് ബുക്കിംഗ് ചെയ്തിട്ടില്ലേ? ഏടാ ബ്രോ, ആകെ 3 ഉള്ളൂ. ഇവിടുത്തെ ഇവരെ ലക്ഷറി ഉള്ളു കണ്ടില്ലല്ലോ. കുളിക്കുമ്പോ ബാത്റൂം അല്ല, ഇവിടേക്ക് മൃഗങ്ങൾ ഇറങ്ങൂലേ? ആണോ? പറഞ്ഞാ തരും. അപ്പോൾ നമുക്ക് 3 മണിക്ക് വയനാട് എത്തണം. വയനാട് ഒരു സ്ഥലം, എന്താ റിസോർട്ടിൻ്റെ പേര് പറഞ്ഞു, ലൊക്കേഷനിൽ ഇട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിയാനാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് അവർ ആ വഴിക്ക് പോകും, ലെഫ്റ്റിലേക്ക്. നല്ല റോഡാട്ടോ ഇത്. നമ്മൾ മലയോര പ്രദേശം തന്നെയാണ്, പിന്നെ മെയിൻ റോഡൊന്നും എത്തിയിട്ടില്ല. നല്ല റോഡ്. മഴ പെയ്തു. പിന്നെ വയനാട് ചുരമൊക്കെ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നോക്കട്ടെ, അവിടെ എത്താനുള്ള ലേറ്റ് 1.5 മണിക്കൂർ ലേറ്റാവും. നമ്മൾ ഓൾറെഡി എത്തുമ്പോൾ തന്നെ ഇവിടുന്ന് ഏകദേശം 3.5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. നല്ല ഭംഗി. നമ്മൾ വരുന്ന വഴിയിൽ ഒന്ന് ഉറുമി വെള്ളച്ചാട്ടം കണ്ടു. വെള്ളച്ചാട്ടമല്ല, പിന്നെ അങ്ങോട്ടേക്ക് പോകേണ്ട തുഷാരഗിരി വെള്ളച്ചാട്ടം, പിന്നെ അരിപ്പാറ വെള്ളച്ചാട്ടം, ഇനിയും വേറെ ഇതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം വായിക്കാൻ കഴിയില്ല, നമ്മൾ സ്പീഡ് പോകുന്നുണ്ട്. എന്താ പറയുക, പുല്ലൂരം പാറൊക്കെ വന്നത്. അതായത് നമ്മൾ തിരിച്ചിറങ്ങുന്ന റൂട്ട് തന്നെയാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ സ്ഥലം ഷോർട്ടൊന്നുമല്ല. പക്ഷെ നോക്കിയാൽ നല്ല റോഡാണ് ഈ മലയോര പ്രദേശങ്ങളിൽ അവർ ചെയ്തു വെച്ചത്. ഇത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കണ്ട ഒരു താജ്മഹൽ കണക്കെ നമ്മളെത്തിച്ച് എന്തായാലും ലേറ്റ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇത് ക്യാപ്ചർ ചെയ്യാതെ പോകാൻ തോന്നുന്നു. അവിടേക്ക് ഒരു വെള്ളച്ചാട്ടം. ഹൈറ്റിൽ നിന്നായിരിക്കും ചിലപ്പോൾ, ആ ഹൈറ്റിൽ നിന്നായിരിക്കും നമ്മൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക. അവിടെ ഒരു വെള്ളച്ചാട്ടം കേട്ടോ. നമ്മളൊരു ഷോട്ടിലൂടെ ഈ വയനാട് ചുരത്തിൻ്റെ ഇതിലേക്ക് കയറി.
ആനവണ്ടി ഈസ് കമ്മിങ്. Hairpin Bend 6. നമ്മളിനി അവിടെ എത്താൻ ഏകദേശം അരമണിക്കൂറും കൂടെ. എന്തായാലും പേര് ഞാൻ മറന്നുപോയി. കുറുവാദ്വീപ് ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ പോയാൽ കുറുവാദ്വീപാണ്. അപ്പോൾ നമ്മൾ അഗ്രഹാരം റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് അഗ്രഹാരം റിസോർട്ട്. ക്യാമറയ്ക്ക് ചെറിയ പണിയുണ്ട്, ചിലപ്പം എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് അതിലേക്ക് നോക്കാം. അത്യാവശ്യം കിട്ടുന്നുണ്ട്. ചില സമയങ്ങളിൽ ഈ സ്പ്ലിറ്റായിട്ട് ഉണ്ടാവും, ക്യാമറ സ്റ്റക്കായി പോകുന്നുണ്ട്. ചെറിയ വെള്ളം ഉണ്ടല്ലോ അവിടെ ഇവിടെ, അതാ സ്റ്റക്കായി. അത് കിട്ടുന്നുണ്ടോ എന്നുള്ള അറിയില്ല. ഇവിടെ നോക്കുമ്പോൾ ഒക്കെ സ്റ്റക്കായി. ചെറിയ ബുദ്ധ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. നമ്മളത് ഇതാന്ന് തോന്നുന്നുണ്ട്. ആരും കാണുന്നില്ല. ഹലോ, ഈ റിസോർട്ട് ഉഷാറാട്ടോ, നല്ല വൈബുള്ള റിസോർട്ടാണ്. മറ്റേ ഓടൊക്കെ ഇട്ടിട്ടുള്ള ഇതിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുക. എന്തായാലും ഗോപ്രോ അധിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നേരത്തെ പരിചയപ്പെട്ടു. മനസ്സിലാക്കൂലേ സെറ്റാക്കണ്ടേ? മടിയുള്ള കൂട്ടത്തില്ല. അപ്പൊ നമുക്കില്ലേ ഇനിയിപ്പോ വെച്ചാല് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇച്ചയ്ക്ക് നോമാണ്. ഞാനിവിടെ വയനാട്ടിലൊരു പ്രോഗ്രാം വെക്കുന്നു പറഞ്ഞപ്പോൾ തന്നെ ആള് പറഞ്ഞു എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും വന്ന് സഹായിക്കാന്ന് പറഞ്ഞിട്ട് ആള് പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചയ്ക്ക് നൊമാഡിനെ കാണാൻ വേണ്ടി മാത്രം പല ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം ആള് പല രാജ്യങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. കിട്ടാൻ കുറച്ച് പണിയാണ്. നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് യാത്രയെ പറ്റിയുള്ള ചെറിയ ചെറിയ സംശയങ്ങൾ, വലിയ വലിയ സംശയങ്ങൾ വെച്ചാൽ അവരറിയുന്ന കാര്യങ്ങൾ പറഞ്ഞുതരും. ഇന്ന് രാത്രി നാളെ രാവിലെക്കുള്ളിൽ നമ്മൾ ചെറിയ ചെറിയ സ്റ്റോറി ടെല്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പരിപാടി ഇപ്പോൾ ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ 3 മണിക്ക് എത്താൻ വേണ്ടി പറഞ്ഞു. ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 5 മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങാമെന്നായിരുന്നു. ചായ കുടിച്ചിട്ട് വാക്കിങ്ങിൻ്റെ സൈഡിലേക്ക്. ഇപ്പോൾ ഒരു 5:46 ആയിട്ടുണ്ട്. ഒന്ന് മഴയുടെ കാരണം ഒരുപാട് പേര് വരാൻ വേണ്ടി പെൻഡിങ് ആയി നിൽക്കുന്നുണ്ട്. നമ്മളെ ലാസ്റ്റ് വന്ന ബസ് വന്നവർക്ക് അറിയാം ബസ് വരുമ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നുള്ളത്. ഇനിയും കുറേ പേര് വരാനുണ്ട്. ഇനി വരാനുള്ളവരെ കാത്തൊന്നും ഇനി നമുക്ക് ശരിയാവില്ല. നമുക്ക് എന്തായാലും ഉള്ള ആൾക്കാർക്ക് നിങ്ങളെല്ലാം മഴ നനയൊക്കെ റെഡി അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് പോകുമ്പോൾ നാളെ ഒരു ഗിഫ്റ്റായിട്ട് പനിയും കൊണ്ടുപോകാം. അപ്പോൾ എന്തായാലും ഇനി പ്ലാൻ ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ നേരെ ഇവിടെ തൊട്ടടുത്ത് ചെറിയ നമുക്കൊരു കാട്, വലിയ കാടെന്ന് പറയുമ്പോൾ ചെറിയൊരു കാട്, ചെറിയൊരു അരുകി പോകുന്നുണ്ട്. അതിനിടയിൽ കൂടെ നടന്നു പോയിട്ട് നമ്മളെല്ലാവരും പരസ്പരം പരിചയപ്പെട്ട്, അപ്പോൾ മഴ നനയാണെങ്കിൽ മഴ നനയാം. പിന്നെ വരുന്ന വഴിക്ക് കുറച്ച് കയറിയിട്ട് നമുക്ക് അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂളിലേക്ക് കയറി കുടിയൊക്കെ പാസ്സാക്കി വരുമ്പോഴേക്ക് ഏകദേശം ഇടാവും. എല്ലാവരും പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ട് നമുക്ക് കറക്റ്റ് ഇരുന്നിട്ട് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇനി മാഹിനോട് എന്തെങ്കിലും ചോദിക്കാനുള്ള കാര്യങ്ങളും ഇതൊക്കെ. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, എന്നെ കാണാനും എന്താ പറയുക എൻ്റെ കഥകൾ കേൾക്കാനും പിന്നെ ജഫ്രിയെ കാണാനും ജഫ്രിയുടെ കഥകൾ കേൾക്കാനും പിന്നെ ഇങ്ങനെ ഒരു ക്യാമ്പിൽ വന്നതിൽ എല്ലാവർക്കും വലിയൊരു സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എന്നെ അറിയണമെന്നില്ല. എൻ്റെ പേര് മാഹിൻ.
ചെറിയ ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ ഹിച്ച് ഹൈക്കിങ്ങും അങ്ങനെ ചെറിയ രീതിയിലുള്ള യാത്രകളൊക്കെ ചെയ്യുന്നു. അപ്പോൾ വലിയ യാത്രകൾ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു റിവർ സംഭവങ്ങളൊക്കെ പോയിട്ട് നമുക്ക് എന്താ പറയുക എല്ലാം കഴിഞ്ഞ് വന്നിരുന്നിട്ട് നമുക്ക് സംസാരിക്കാം. എൻ്റെ മാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെയും കഥകൾ നമുക്ക് പങ്കുവയ്ക്കാം. നിങ്ങളുടെ എന്താ പറയുക എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ പരമാവധി എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓഫ്കോഴ്സ് നിങ്ങളിൽ നിന്ന് എല്ലാവരിൽ നിന്നും നമുക്ക് പല ആൾക്കാർക്കും പലതൊക്കെ അറിയാറുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. അതന്നെ ആരെങ്കിലും ബാക്ക് നിന്ന് ശരി ഒളിച്ചെന്ന് തുടങ്ങിക്കോ. കാണണ്ട പാട്ടുകാരനെ കാണണ്ട ഒളിച്ചെന്ന് തുടങ്ങി. കാര്യമുള്ള പാട്ട് ഒരാൾ തുടങ്ങി വെച്ചാൽ നമുക്ക് പറയാം. തുടക്കം ഫസ്റ്റ് പാട്ട് തുടങ്ങി തുടങ്ങി തുടങ്ങി. പാടില്ലേ മുഴുവൻ പണി എടുത്ത് കിട്ടണ കല്ല് കുടിച്ച് ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട ഓമന പൂമുഖം പാടിടേണ്ട ഓമന പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരു മനൽകാ. റോഡാണ് റോഡാണ് റോഡിന്റെ റോഡാണ് ിക്കുന്ന ആരെങ്കിലും ഇല്ലേ? ഫീലായിട്ടുണ്ടാവും. അതൊക്കെ ചളി ചവിട്ടി പോയിക്കോ, ഇന്ന് നോക്കണ്ട. അത് പോയിക്കോട്ടെ, നീ അവിടെ ചവിട്ടിയാലോ പ്രശ്നം. ഇതിലൂടെ വന്നോ. അപ്പൊ നമ്മള് ട്രക്കിങ്ങിന് പോവാണ്. അല്ല, ചെറിയ ട്രക്കിങ്. അല്ല ശ്രദ്ധിക്കണേ, ഒരു ബാലൻസ് ഉണ്ടോ? നല്ല നല്ല ഒരു വീണോ? അല്ല അല്ല, ചളി കൂടെ ഇറങ്ങണ്ട, ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങിക്കോ. എന്തായാലും വീഴലൊക്കെ പ്രതീക്ഷിച്ചോ? അങ്ങനെ നോക്കി നടക്കണ്ടടാ, വന്നാൽ അതിനനുസരിച്ച് ചെയ്യാ. അല്ല, അങ്ങനെ പറിച്ചിടരുത്. ആ സീനില്ല, കുറച്ച് കടിക്കണ നല്ലതാ. അല്ലല്ല, നല്ലതാ, കടിക്കണ നല്ലതാ. ആ മോശം ബ്ലഡ് അല്ല ഓടിക്കുക. ഉപ്പുണ്ടെങ്കിൽ കിട്ടോ. അല്ലെങ്കിൽ ആരെ ലൈറ്റർ ഉള്ള ഇത് പണിയാ. അധികം പോവാല്ലാന്നാ പറഞ്ഞത്.
ചെറിയൊരു കൈ ചെറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ സുഖം. എന്താ പാട് കയറിയല്ലോ. വാവ്, ഇതിലൂടെ കയറിയ അങ്കൊക്കെ സിമ്പിൾ അല്ലേ, വേറെഞ്ഞൂടെ വായി കൊടുക്കേണ്ടി വരും. എന്നാട്ട് നോക്കൂ, മനസ്സിലായി. ട്രക്കിങ് ഡീസന്റ്, വെരി ഗുഡ്. നാളെ പിന്നെയും ഉഷാറായി. ചളി ഉണ്ടാവില്ല, മഴയൊക്കെ ആയതുകൊണ്ടാണ്. ഒഴുകിയോ? അവിടെ ഇറങ്ങിയല്ലോ. പിടിച്ചു വലിച്ചാൽ കൊമ്പിരിക്കും. വീഴ്ചയൊക്കെ നമുക്ക് ഇൻട്രോയിൽ കൊടുക്കാം. ഇൻട്രോ ആയിട്ട് കൊടുക്കാം വീഴ്ച. അങ്ങനെ ഒന്നുമില്ല, വെറുതെ ഇടുക എന്നുള്ളു. വെള്ളം കളഞ്ഞല്ലേ. നമ്മൾ ഉരുൾപൊട്ടലുണ്ടായോണ്ടായിരുന്നു. ഇവിടുന്ന് കുറെ പോകണ്ട. ഇവിടുന്ന് ഏകദേശം 60 കിലോമീറ്റർ തന്നെ ഉണ്ട്. 60 കിലോമീറ്റർ നിലവിലുണ്ടല്ലോ ബ്രോ. ആക്ച്വലി ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിൽ നമ്മുടെ മിസ്റ്റേക്ക് അല്ല, ശരിക്കും പ്രകൃതിയുടെ ഇതാണ്. ഓക്കെ, ഉണ്ട് അതില്. എങ്ങനെയല്ല ഞാൻ പറയാണ്, കറന്റ് സിറ്റുവേഷനിൽ ഇപ്പൊ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ പ്രശ്നമല്ല. ഇതിന് മുമ്പുണ്ടായ ആൾക്കാരൊക്കെ ചെയ്തു വെച്ചത് നമ്മൾ അറിയാതെ അറിഞ്ഞുകൊണ്ട് ചെയ്ത പല കാര്യങ്ങളും കൊണ്ടായത്. ഓക്കെ, പക്ഷേ ഈ ചുറ്റുവട്ടം ജീവിക്കുന്ന ടൂറിസത്തിന്റെ ആൾക്കാരുണ്ടല്ലോ, ഇന്നിപ്പോ നമ്മുടെ 80 പേര് ഇവിടെ വന്ന് 90 പേരിന് അടുത്തുണ്ട്. 90 പേര് വരുമ്പോഴും ഇത് ഈ പ്രോപ്പർട്ടിയിലുള്ള എല്ലാവർക്കും പണിയുണ്ട്. മനസ്സിലായ, എല്ലാവർക്കും പണിയുണ്ട്. തൊട്ടടുത്തുള്ളത് ബ്രഹ്മഗിരി ട്രക്കിംഗ് ആണ്. ഓക്കെ, ഈ ബ്രഹ്മഗിരി 7 കിലോമീറ്റർ 6 hours വൺ സൈഡ് ആവാൻ പറ്റിയാണ്. ബ്രോ, ബ്രഹ്മഗിരി 6 hours അല്ലേ വൺ സൈഡ്? 6 hours അല്ലേ ബ്രഹ്മഗിരി? അപ്പ് ആൻഡ് ഡൗൺ 6 hours. 6 മണിക്കൂർ പോകാനും വരാനും കൂടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ട്രക്കിംഗ് ആണ്. ആ ട്രക്കിംഗ് ഇപ്പൊ ബ്രോ എത്ര വർഷമായി പൂട്ടി കിടന്നിട്ട്? ഇപ്പൊ ജാനുവരി പൂട്ടുക. ഏകദേശം എന്തായാലും ഓൾമോസ്റ്റ് ഒരു
1 year ആയിട്ടില്ല, എന്നാലും കുറച്ച് മാസങ്ങളായിട്ടൊക്കെ പൂട്ടി കിടക്കുകയാണ്. അതൊക്കെ ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള ആൾക്കാർ അപ്പോൾ പ്രശ്നം സംഭവിച്ച സ്ഥലത്ത് ഓക്കെ നമുക്ക് പറയാം ആ പ്രശ്നം സംഭവിച്ചോളാം. പക്ഷെ പ്രശ്നം സംഭവിക്കാത്ത പല സ്ഥലത്തും ഈ ടൂറിസത്തിനെ ഡിപ്പെൻഡ് ജീവിക്കുന്ന പല ആൾക്കാരും പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുക. റോഡിന് അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ പോകുന്ന സമയത്ത് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കുറേ ചേച്ചിമാരുടെ ക്ലീനിങ്ങിന് വരും. അവരോട് ജസ്റ്റ് ചോദിച്ചാൽ മനസ്സിലാവും. അത് കൈ വരിക മറന്നുമില്ല, കാരണം കബിൻ്റെ ഉണ്ട് നമ്മളെ കൂടെ. അല്ല ഇപ്പൊ ഷോക്ക് ഇടൂല ഏതായാലും. ഡിസംബറിൽ നമ്മൾ കൂടും, ഡിസംബറിൽ നമ്മൾ കൂടും. ഇത് കൊടുക്കാൻ വെച്ചതാണ്. ഇത് മുഹമ്മദാണ്. മുഹമ്മദ് നാട് ഞാൻ പറയാം നാദാപുരം. ആരെ 2 ഫ്രണ്ട്സ്. ഷോക്ക് ഉണ്ടാവില്ല എപ്പെട്ടാൽ. ഓരോരുത്തരുടെ പേര് പറഞ്ഞു. ശ്രീരാഗ്. നാടും പറഞ്ഞോ? വടകര. ബ്രോ പേര് നാടെന്താ? മലപ്പുറം. നാട് അല്ല പേര്. പോവാ ആശിക്ക്. മലപ്പുറം ഗൈസ്. പൊളിയാണ്, വൈബാണ്. ഇത് വീഡിയോ ഇത് നമ്മുടെ ഞാൻ പേര് മറന്നുപോയി. ഷിജു. തൃശ്ശൂര്. കപിൽ തൃശ്ശൂര്. ബ്രോന്റെ പേരെന്താ? ഷമീർ. നാട് അരീക്കോട്. അരീക്കോട് നമ്മളെ നാട്ടിൽ തന്നെ. ഇത് ജെഫ്രി ബ്രോ. ഈ കുട്ടിയുടെ പേരെന്താ? ഇവനാ സോളോ ട്രാവലർ വരുന്നുള്ളൂ അല്ലേ? ലിഫ്റ്റ് അടിച്ചോ ലോറിയിൽ എങ്ങനെയൊക്കെ കയറി വരുന്നുണ്ട് കുറേ വരാണ്ട് ഇനിയും. പേരെന്താ? സൗരവ. എത്ര പഠിക്കുന്നു? ഒറ്റക്ക് അതാണ്. ഇതില് കിട്ടുന്ന ഫ്രണ്ട്സ് വേറെ വൈബാ. ഇതിലൂടെ കിട്ടുന്ന റിസോർട്ട് ഉഷാറാട്ടോ. റിസോർട്ട് ഉഷാറാ. സാധാരണ ക്യാമ്പിങ്ങിന് കൊടുക്കുന്ന സാധനം ടെന്റാണ്. ടെന്റ് ഉഷാറാ. നമുക്ക് ഈ കോൺക്രീറ്റ് ഇട്ടൊന്നും വേണ്ട, അല്ലാത്ത ടൈപ്പാണ് വേണ്ട. എന്റെ ഇപ്പൊ പ്രശ്നം എന്താ പറയാ ബ്രോ? ആക്ച്വലി ഒന്നാമത്തെ കാര്യം ഇവിടെ ആൾക്കാരെ ഇപ്പൊ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട സേഫ്റ്റി. ഞാൻ ഇപ്പൊ വാങ്ങിച്ചിരിക്കുന്ന 1500 രൂപ. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റേ ചെയ്ത റൂം. ഇതൊക്കെ നോക്കിയാ കണ്ടല്ലോ. അതെ അത്യാവശ്യം വൃത്തി തന്നെ കൊടുത്തിട്ടുള്ളത്. അതെ കറക്റ്റ്. ഇത് നമ്മളെ മെയിൻ സാധനമാണ്. ഓക്കെ. ഇത് നമ്മുടെ മണ്ട് ഹൗസ്. അഗ്രഹാരത്തിന്റെ തന്നെ. ഇവരത് വേറെ പേരിലാണ് ഇത് ഉള്ളത്. നമുക്ക് ഇതിലേക്ക് കയറാൻ വേണ്ടി പറ്റും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക്. ഇവിടെ ആൾക്കാർ സ്റ്റേ ചെയ്യോ? പേടിയാവൂലേ? ഏത്? ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മുടെ ടീംസ് സ്റ്റേ ഉണ്ട്. നമ്മളെ ഇവിടെ ഒരു 3 ആദ്യം ബുക്കിംഗ് ചെയ്യുന്ന കുറച്ച് പേർക്കാണ് ഇവിടെ ബുക്കിംഗ് കിട്ടിയത്. ഫസ്റ്റ് ബുക്കിംഗ് ചെയ്തിട്ടില്ലേ? ഏടാ ബ്രോ, ആകെ 3 ഉള്ളൂ. ഇവരെ ലക്ഷറി ഉള്ളു കണ്ടില്ലല്ലോ. കുളിക്കുമ്പോ ബാത്റൂം അല്ല, ഇവിടേക്ക് മൃഗങ്ങൾ ഇറങ്ങൂലേ? ആണോ? പറഞ്ഞാ തരും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു വമഗ്ഫിറത്തുഹു. ചായ ഒന്നുമില്ലേ? ചായോ? അൽഫാത്തിഹ. അല്ല, വെറുതെ എടുക്കും. ഹായ് ഗൈസ്.
ഞാൻ ബാക്കിൽ നിന്ന് കൂവി വരുന്നില്ലേ? നീ അറിഞ്ഞല്ലേ? കൈമലൊന്നും കടിക്കല മുത്തേ. ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടല്ലേ? മനു മനു നീ 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 ശരിയായിട്ടാ കാണിക്കുന്നത്. അതിലൂടെ കേറാം. നമ്മൾ കഷ്ടപ്പെട്ട് ഇറങ്ങി സുഖമായിട്ട് കയറുന്നു. സൈക്കിൾ കൊടുത്തിയോ? പോയി നോക്കാം. നിങ്ങളത് ഇതെവിടാ അല്ലേ? സൈക്കിൾ എടുത്ത് പോയാലോ? ആരോ കൊണ്ടുവച്ചതാ, അവർക്ക് സുഖ. അടുത്ത സ്റ്റോറി ടെല്ലിങ്. ടൈം 6:30. ബുദ്ധന്റെ അടുത്തുള്ള വീട് ആരുതാ? അത് ഞാൻ താമസിക്കുന്ന. ഇതിപ്പോ ഇതിലൂടെ പോണേ. ഇതെവിടെതാ? ഇങ്ങോട്ട് വാ. എന്താ? ഉപ്പുള്ള എന്താ ബ്ലീച്ചിങ് പൗഡർ അടുത്ത ആള് ചാടുക. തുള്ളുമ്പോ ഫോണ്, പേഴ്സ്, പൈസ അത്രയൊന്നുമില്ല. 3-4 ചാടാ. റെഡി? 1 2 3 4. സൗണ്ടെല്ലാം വന്നേ. ഇതാണ് നമുക്ക് കിട്ടിയ റൂം. വാഷ്റൂമൊക്കെ അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ള വാഷ്റൂമാണ്. നല്ല വൃത്തിയാണ്.